വാഹനാപകടങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ റോഡപകടങ്ങൾ കുറയ്ക്കുവാൻ മോട്ടോർ വാഹന വകുപ്പും റോഡ് സുരക്ഷാ അതോറിറ്റിയും ലൈസൻസ് അനുവദിക്കുന്നതിന് കർശന നിയമനങ്ങൾ നടപ്പിലാക്കുന്നതിന് തീരുമാനിച്ചതനുസരിച്ച് ഹെവി ലൈസൻസുകൾക്ക് ഇനി ചെലവേറും. ബസ്സും ലോറിയും ഉൾപ്പെടെയുള്ള ഹെവി വാഹനങ്ങൾക്കുള്ള ലൈസൻസ് ലഭിക്കാൻ ഇനി വളരെയധികം ചെലവേറുമെന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറയുന്നത്. ഹെവി ലൈസൻസ് ലഭിക്കുവാൻ ഒട്ടേറെ നിബന്ധനകളാണ് മോട്ടോർ വാഹന വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ടി ആകൃതിയിൽ വാഹനങ്ങൾ ഓടിക്കണമെന്നതാണ് പ്രധാന നിബന്ധന. ഇതിനുള്ള പരിശീലനം ആവശ്യമാണ്. ടി എടുത്ത് പഠിക്കുമ്പോൾ വാഹനങ്ങളുടെ ക്ലച്ച് ഡിസ്ക് കേടുവരുവാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് നന്നാക്കി എടുക്കുവാൻ ചുരുങ്ങിയത് 10,000-ലധികം ചിലവ് വരുമെന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ പറയുന്നത്. നിലവിൽ 5,000 രൂപയാണ് ഹെവി ലൈസൻസുകൾക്ക് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ വാങ്ങുന്നത്. പരിശീലനത്തിനിടെ വാഹനം കേടുവരുന്നതിനാൽ മിക്കപ്പോഴും നഷ്ടം സംഭവിക്കുകയാണ് എന്നാണ് ഇവരുടെ പരാതി. ഹെവി വാഹനങ്ങൾക്കുള്ള ഡ്രൈവിംഗ് സ്കൂളുകളുടെ എണ്ണവും വളരെ കുറവാണ്. വാഹനം വാടകയ്ക്കെടുത്താണ് പല ഡ്രൈവിംഗ് സ്കൂളുകാരും ഹെവി ലൈസൻസ് ആവശ്യമുള്ള ആളുകളെ പഠിപ്പിക്കുന്നത്. ഇവയാകട്ടെ വളരെയധികം കാലപ്പഴക്കം ചെന്ന വാഹനങ്ങളുമാണ്. പുതിയ ഉത്തരവനുസരിച്ച് 2 ഘട്ടങ്ങളിലായി ഹെവി ലൈസൻസ് ടെസ്റ്റ്. ആദ്യഘട്ടത്തിൽ വാഹനത്തിന്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. 18 ചോദ്യങ്ങളിൽ 12 എണ്ണത്തിന് ആദ്യം ഉത്തരം പറയണം. രണ്ടാം ഘട്ടത്തിലാണ് ഡ്രൈവിംഗ് ടെസ്റ്റ്. ഇത്തരത്തിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് നിബന്ധനകൾ കർശനമാക്കിയതോടെ ടെസ്റ്റ് പാസ്സാകാത്തവരുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ്. ഹെവി വാഹനങ്ങൾ മൂലമുള്ള അപകടങ്ങൾ വർദ്ധിച്ചതാണ് ലൈസൻസ് നിബന്ധനകൾ കർശനമാക്കുവാൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനമെടുത്തിട്ടുള്ളത്.